ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന പാൻ ഇന്ത്യൻ മാസാക്ഷൻ ഡ്രാമ സിനിമയാണ് എമ്പുരാൻ. കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ ഇതാ ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. 2019 റിലീസായ ലൂസിഫർ കണ്ട് തിയേറ്റർ വിട്ടിറങ്ങിയപ്പോൾ മനസ്സിലുണ്ടായ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം അങ്ങനെ ഉത്തരം കിട്ടാൻ ഇനി മണിക്കൂറുകൾ മാത്രം. സിനിമയിലെ പ്രധാന വില്ലനെ ഇതുവരെ പുറത്തുവിടാതെ ഇരിക്കുന്നതിൽ മൂവി ടീം വിജയിച്ചു എന്ന് തന്നെ പറയാം. ആരാണ് വില്ലനെന്ന് അറിയാനുള്ള ആകാംക്ഷയും അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പുറത്തു വരുന്ന റൂമറുകളും ഗോസിപ്പുകളും എല്ലാം പരിശോധിച്ചാൽ എമ്പുരാൻ സിനിമയിലെ വില്ലൻ റിക്യൂൺ ആകാനാണ് 99% സാധ്യത. അമേരിക്കൻ ഏജൻസി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രമുഖ അമേരിക്കൻ ഏജൻസി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ആക്ടേഴ്സായ റിക്യൂണും ആൻഡ്രിയയും എമ്പുരാൻ സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അതിൽ ആൻഡ്രിയയെ നമ്മൾ ട്രെയിലറിലും ക്യാരക്ടേഴ്സ് പോസ്റ്ററിലും ഒക്കെ കണ്ടതോടെ ഇവർ പുറത്തുവിട്ട റിപ്പോർട്ട് സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഷർട്ടിട്ട് തിരിഞ്ഞു നിന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച എമ്പുരാനിലെ വില്ലൻ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ എത്തിയ റിക്യൂൺ ആണെന്ന് കൺഫേം ആണ്. അതുപോലെ കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റർ നോക്കിയാലും റിക്യൂണിൻ്റെ കഴുത്തിനോടും ബോഡിയോടുമുള്ള സാദൃശ്യം കാണാം. അമീർ ഖാൻ, ഫഹദ് ഫാസിൽ എന്നൊക്കെ റൂമറുകൾ വന്നെങ്കിലും ഇപ്പോൾ ഈ പോസ്റ്റർ കൂടി വന്നതോടുകൂടി റിക്യൂൺ തന്നെയാകും എബ്രഹാം ഖുറേഷിയുടെ മെയിൻ വില്ലൻ എന്ന് വ്യക്തമായിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ആദ്യ ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നതോടുകൂടി സിനിമയിലെ വില്ലൻ്റെ സസ്പെൻസ് ഒക്കെ പൊളിഞ്ഞു തുടങ്ങും. സോ അധികം സ്പോയിലറൊന്നും വരാതെ തന്നെ പിന്നീടുള്ള ഷോയ്ക്ക് പോകുന്നവർ കാണാൻ നോക്കുക. സിനിമയിലെ പ്രധാന വില്ലൻ റിക്യൂൺ ആണെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത ക്യാമിയോസ് തന്നെയാകും തിയേറ്റർ ഇളക്കി മറിക്കാൻ പോകുന്നത്. ട്രെയിലറും വരുന്ന പോസ്റ്ററുകളുമൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ എബ്രഹാം ഖുറേഷി അല്ലാതെ ഇടത്തെ കൈയിൽ മോതിരമിടുന്ന മറ്റൊരാളെ കൂടി കാണാം. എബ്രഹാം ഖുറേഷിയുടെ ഷോട്ടുകളിലെല്ലാം വലത്തെ കൈയിലാണ് മോതിരം ഇട്ടിരിക്കുന്നത്. എന്നാൽ ചില പോസ്റ്റുകളിലും ഷോട്ടിലുമെല്ലാം ഇടത്തെ കൈയിൽ മോതിരമിട്ട ഒരാളെയും പിന്നെ മോതിരം എബ്രഹാം ഖുറേഷി എറിഞ്ഞു കളയുന്നതായും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എബ്രഹാം ഖുറേഷി ഇവർ രണ്ടുപേരാണോ അതോ അയാളുടെ ഒപ്പം തന്നെ പവറുള്ള മറ്റൊരു കഥാപാത്രം, അല്ലെങ്കിൽ ദ ലോഡ് ഓഫ് എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ പോലെ എമ്പുരാൻ്റെ ഒരു ലോഡ് ശരിക്കും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ക്യാമിയോ ആയിട്ട് വരാൻ ചാൻസുള്ള ആ നടൻ അത്രയും പ്രധാനപ്പെട്ട റോളിൽ എത്താനാണ് ചാൻസ്. മമ്മൂക്കയും മറ്റ് മലയാള നടന്മാരുമൊന്നും സിനിമയിൽ അതിഥിവേഷത്തിൽ എത്തില്ല എന്ന് ലാലേട്ടനും പൃഥ്വിരാജും തുറന്നു പറഞ്ഞെങ്കിൽ പോലും മമ്മൂക്ക സിനിമയിൽ വരുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും. കാരണം മമ്മൂക്കയുടെ ടർബോ കാതൽ, കണ്ണൂർ സ്കോഡ് എന്നീ സിനിമകളുടെയൊക്കെ ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമായ ഷാജി നടുവിൽ എക്സൈറ്റഡ് ടു മീറ്റ് ദ ലോഡ് ഓഫ് എമ്പുരാൻ എന്നൊരു പോസ്റ്റ് ഇൻസ്റ്റ വഴി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇടത്തെ കയ്യിൽ മോതിരമിട്ട് ഗൺ പിടിച്ച പോസ്റ്ററാണ് ഈ ക്യാപ്ഷനോടുകൂടി പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ മുരളി ഗോപി മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ഇട്ട പോസ്റ്ററിലും മൂങ്ങയുടെ കമൻറ്റുമായി രാജുവേട്ടൻ എത്തിയിരുന്നു. എമ്പുരാൻ പ്രൊമോഷൻ ഇവൻറ്റിലും മമ്മൂക്ക മുഖ്യാതിഥിയായി എത്തി. അങ്ങനെ മമ്മൂക്ക സിനിമയിൽ കാണില്ലെങ്കിൽ പോലും വരുമോ എന്നുള്ള ഡൗട്ട് അടിക്കാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ ധാരാളം. കൂടാതെ രാജുവേട്ടൻ്റെ അമ്മയായ മല്ലിക സുകുമാരനും ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ചുള്ള സിനിമ എന്നൊക്കെ ഇടയ്ക്ക് കയറി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മലയാളത്തിൽ വന്ന മോസ്റ്റ് ഹൈപ്ഡ് സിനിമകളിൽ എമ്പുരാൻ മുന്നിൽ തന്നെ ഉണ്ടാകും. SRK, രജനീകാന്ത്, കമൽഹാസൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, റിക്യൂൺ, അമീർ ഖാൻ എന്നിങ്ങനെയുള്ള ഗസ്സുകളെല്ലാം സത്യമാകുമോ ഇല്ലയോ എന്നറിയാൻ ഇനി കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതി. 6 മണിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നവരൊക്കെ മാക്സിമം സ്പോയിലറുകൾ പുറത്തുവിടാതെ ഇരിക്കാൻ നോക്കുക. അപ്പോൾ എമ്പുരാനിലെ വില്ലനും അതുപോലെ ക്യാമിയോയുമായിട്ട് ആരൊക്കെ എത്തുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കൂ. കൂടുതൽ എമ്പുരാൻ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.